ഒരു ഭാഷയുടെ വ്യാകരണം നിർണ്ണയിക്കുന്നതിന് പല പദ്ധതികൾ ഭാഷാശാസ്ത്രം നിർദ്ദേശിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഏകകാലിക വ്യാകരണം. ഒരു പ്രത്യേക സമയത്ത് ഭാഷ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്ന് പഠിക്കുന്നതാണ് ഇത്. ഒരു പ്രത്യേക സമയത്ത് ഭാഷ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നാണ് ഇതിൽ പഠിക്കുന്നത്. ഭാഷയുടെ അതേ സമയത്തെ ഘടന, നിയമങ്ങൾ, വ്യാകരണം എന്നിവയാണ് ഇതിൻ്റെ ശ്രദ്ധാകേന്ദ്രം. ഉദാഹരണത്തിന് ഇന്ന് ഉപയോഗിക്കുന്ന മലയാളത്തിൻ്റെ വ്യാകരണ രീതികൾ പരിശോധിക്കുക എന്നത് ഏകകാലിക പഠനത്തിൽ വരുന്ന ഒന്നാണ്. ഒരു നിശ്ചിത കാലയളവിൽ ഒരു ഭാഷ എങ്ങനെ വ്യവഹരിക്കപ്പെടുന്നു എന്ന് വിവരിക്കുന്നത് കൊണ്ടാണ് ഇതിന് ഏകകാലിക വ്യാകരണം എന്ന പേര് വന്നിരിക്കുന്നത്. നിലവിലുള്ള ഭാഷയുടെ തത്വങ്ങളെ അനുമാനിക്കുക മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഇതിന് ആഭ്യൂഹിക വ്യാകരണം എന്ന പേര് കൂടി ഉണ്ട്. ബഹുകാലിക വ്യാകരണം ഭാഷയുടെ നീണ്ടകാല വികസനം പരിശോധിക്കുന്ന പഠന രീതിയാണ് ബഹുകാലിക വ്യാകരണം. ഭാഷയുടെ ഒരു നീണ്ട കാലത്തെ വികസനം പരിശോധിക്കുന്ന പഠന രീതിയാണ് ഇത്. ഭാഷയുടെ പുരാതന രൂപങ്ങളിൽ നിന്ന് ഇന്നുവരെ ഉണ്ടായ മാറ്റങ്ങളും മാറ്റത്തിൻ്റെ ഘടകങ്ങളും ഇതിൽ പരിശോധിക്കുന്നുണ്ട്. ഭാഷ പരിണാമിയാണെന്നും ഓരോ ചരിത്രഘട്ടത്തിലും അതിൻ്റെ പ്രയോഗ നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടുന്നുണ്ട് എന്നുമുള്ള വിചാരത്തെ ആശ്രയിച്ചിട്ടാണ് വ്യാകരണ രചനയെങ്കിൽ അതിനെ ആഗമിക വ്യാകരണം എന്ന് പറയാം. ഈ ആഗമിക വ്യാകരണം ബഹുകാലിക വ്യാകരണം തന്നെയാണ്. ചരിത്രത്തെ, അതായത് ആ ഭാഷയുടെ ഉൽപ്പത്തി വികാസ പരിണാമങ്ങളെ ആസ്പദമാക്കിയുള്ള വ്യാകരണമാണ് ചരിത്രാത്മക വ്യാകരണം. ഒരു ഭാഷയുടെ ഉൽപ്പത്തി വികാസ പരിണാമങ്ങളെ ആസ്പദമാക്കിയുള്ള വ്യാകരണമാണ് ചരിത്രാത്മക വ്യാകരണം. ഇതിനെ തന്നെയാണ് ആഗമിക വ്യാകരണമെന്ന് കേരള പാണിനി വിളിക്കുന്നത്. നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഷയുടെ ഉൽപ്പത്തി മുതൽ നാളിതുവരെയുള്ള ചരിത്രം ആരാഞ്ഞറിഞ്ഞ് പല പഠനത്തിലും ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങളെ കണ്ടുപിടിച്ച് അവയുടെ പോക്കിനു ചേർന്ന വ്യവസ്ഥകൾ ഏർപ്പെടുത്തുകയാണ് ബഹുകാലിക വ്യാകരണ പഠനത്തിൽ ചെയ്യുന്നത്.